ഈ വീഡിയോയിൽ കുറേ നിർണായകമായിട്ടുള്ള വിഷയങ്ങളാണ്. അതിൽ ട്രംപ് 500% താരിഫ് ഞാൻ റഷ്യയുമായിട്ട് കച്ചവടം നടത്തുന്ന എല്ലാവർക്കും ഞാൻ 500% താരിഫ് ഇടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതൊരു സൈഡിൽ നമുക്ക് ഇഗ്നോർ ചെയ്ത് കളയാം. കാരണം ഏതാണ്ട് അമേരിക്കയുടെ ഉള്ളിലേക്ക് വരുന്ന 200-ലധികം പ്രോഡക്റ്റിന് താരിഫ് ഒഴിവാക്കിക്കൊണ്ട് ട്രംപ് അത് നൈസായിട്ട് ഒഴിവാക്കി കൊടുത്തിരിക്കുകയാണ്. പിന്നെ ഈ 200%, 400%, 500% എന്നൊക്കെ പറയുന്നത് ജസ്റ്റ് ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്, അതിലുപരിയായിട്ട് ഒന്നും തന്നെ നോക്കേണ്ട ആവശ്യമില്ല. അതങ്ങനെ തന്നെ പുള്ളിക്കാരൻ പറഞ്ഞുകൊണ്ടിരിക്കുകയുള്ളൂ. പക്ഷേ ഇതൊന്നും പ്രാക്ടിക്കലായിട്ട് ആപ്ലിക്കബിൾ ആകുന്ന വിഷയങ്ങളല്ല. ഓൾറെഡി തന്നെ പലതരത്തിലും സാങ്ഷൻ ഇട്ട് അത് തന്നെ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇനി നമ്മളുടെ സൈഡിലുള്ള ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു വ്യാപാര കരാർ, ബൈലേറ്ററൽ ട്രേഡ് എഗ്രിമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പം രണ്ട് തരത്തിലുള്ള അഭിപ്രായങ്ങളാണ് ഇന്നലെ വരെ വന്നുകൊണ്ടിരുന്നത്. ഒരു സൈഡിൽ പോസിറ്റീവ്, മറ്റൊരു സൈഡിൽ നെഗറ്റീവ്. കാരണം ഈ റഷ്യയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റുകൾ അമേരിക്കയുടെ സൈഡിൽ നിന്ന് വരുന്നതും, അതുപോലെ തന്നെ അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര കരാർ അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റുകളാണ് പുറത്തു വരുന്നത്. ഹാവേർഡ് ലുട്നിക് പുള്ളി തന്നെ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ആ ഒരു എക്കണോമിക് ഗ്രോത്ത്, ഇതെല്ലാം തന്നെ ലോങ് സ്റ്റാൻഡിങ് റിലേഷൻഷിപ്പാണ്. അത് ഡിഫൻസ് മേഖല ആയിക്കോട്ടെ, ട്രേഡ് ആയിക്കോട്ടെ, സെക്യൂരിറ്റി, പല മേഖലകളെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പുള്ളിക്കാരൻ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരുന്നത്. ഇന്ത്യ ഏതാണ്ട് 2.2 മില്യൺ ടൺ പെർ ഇയർ LPG വാങ്ങിക്കാനുള്ള എഗ്രിമെൻറ്റ് ഓൾറെഡി ഒപ്പിട്ട് കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ അത് വലിയ രീതിയിലുള്ളൊരു, അതായത് അമേരിക്കയ്ക്കും ഇന്ത്യയും തമ്മിലുള്ള ഏറ്റവും വലിയൊരു കരാറാണത്. കാരണം ആ രീതിയിൽ ഇപ്പോൾ 2.2 മില്യൺ ടൺ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അത്രമാത്രം ഹ്യൂജ് ക്വാണ്ടിറ്റിയാണ് നമ്മൾ LPG അമേരിക്കയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്നത്. ഞാൻ ഇതിന് മുമ്പ് പറഞ്ഞ വീഡിയോയിൽ LNG എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അതിലൊരു കറക്ഷൻ വരുത്തിക്കൊണ്ട് ഞാനിപ്പോൾ അതൊന്ന് റെക്ടിഫൈ ചെയ്യുകയാണ്. അപ്പോൾ അതിൽ ഞാൻ എഴുതി കാണിച്ചിട്ടുണ്ടായിരുന്നു, ശ്രദ്ധിച്ചവർക്ക് കറക്റ്റായിട്ട് ആ കറക്ഷൻ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും നമ്മൾ LPG ആണ് വാങ്ങിക്കുന്നത്. അതായത് റഷ്യയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു അവസരമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് എന്ന് പറഞ്ഞ ആ ഒരു ട്രാൻസാക്ഷണൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആ ഒരു ബിസിനസ്മാൻ അമേരിക്ക ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ഈ ട്രംപ് കളിക്കുന്ന കാർഡ്, എപ്പോഴും പറയുന്ന കാർഡ് ഉണ്ടല്ലോ, ആ കാർഡ് റഷ്യൻ കാർഡാണ്. ഈ റഷ്യയെ വെച്ചുകൊണ്ട് ലോകത്തെമ്പാടുമുള്ള കച്ചവടങ്ങളെല്ലാം അമേരിക്കയുടെ കൂടെ കീഴിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരു ട്രംപിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് ബുദ്ധിപരമായ നീക്കമായിട്ട് തോന്നിയാലും ഇത് കുറച്ച് ബാക്ക് ഫയർ ചെയ്യും. അമേരിക്കയ്ക്ക് തന്നെ ഇത് ബാക്ക് ഫയർ ചെയ്യും. അത് ഇപ്പോഴല്ല, കുറച്ച് ടൈം എടുത്ത് ചെയ്യും. ഇതിനൊരു അവസരം ഒരുക്കി കൊടുത്തത്, ഇതിനൊരു ഓപ്പർച്യൂണിറ്റി ഒരുക്കി കൊടുത്തത് യൂറോപ്യൻ രാജ്യങ്ങളാണ്. കാരണം അവർ ആദ്യമേ ഇപ്പോൾ ട്രംപ് നാറ്റോയിൽ പോയി സംസാരിക്കും. എന്താണ് പറയുന്നത്? അവിടെ പോയി കഴിഞ്ഞാൽ 40% നാറ്റോ സെക്യൂരിറ്റിക്ക് വേണ്ടി 40% അമേരിക്കയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതെന്ന് പറയും. അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ ബാക്കിയുള്ള നാറ്റോ രാജ്യങ്ങൾക്കൊന്നും മിണ്ടാട്ടമില്ല. അവരൊക്കെ അവരുടെ GDP-യിൽ നിന്നും ചെറിയൊരു ശതമാനമാണ് ഷെയർ ചെയ്യുന്നത്. അപ്പം അതുകൊണ്ടാണ് 3%-ലധികം അല്ലെങ്കിൽ 5% സ്പെൻഡ് ചെയ്യണമെന്ന് ട്രംപ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിച്ച് പറഞ്ഞ് അവരെ അപമാനിക്കുന്നത്. പക്ഷെ എന്നാൽ അവർക്കത് ഒട്ടും സാധിക്കുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഈ സാഹചര്യത്തിൽ നാറ്റോയ്ക്ക് മേലൊരു സമ്മർദ്ദം അപ്ലൈ ചെയ്തുകൊണ്ട്, അതായത് ഏത് നേരത്തെ വേണമെങ്കിലും അമേരിക്കയോട് ഇടഞ്ഞു കഴിഞ്ഞാൽ അമേരിക്ക ഈ ഒരു 40% എന്ന് പറഞ്ഞിട്ട് നാറ്റോയ്ക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നില്ല, ആ സ്പെൻഡിങ് അങ്ങ് കട്ട് ചെയ്യും. ട്രംപ് വിജയിച്ച് വന്ന സമയം തൊട്ടേ ഭീഷണിപ്പെടുത്തിയത് JD വാൻസ് ഒക്കെ യൂറോപ്പിൽ വന്ന് സംസാരിച്ചിട്ട് പോയതൊക്കെ നമ്മൾ കണ്ടതും കേട്ടതുമാണ്. അപ്പോൾ ആ രീതിയിൽ ഭീഷണിപ്പെടുത്തിയാണ് അവരെ ഇപ്പം അടക്കി നിർത്തി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു പേടിയിലാണ് യൂറോപ്യൻ രാജ്യങ്ങളായിക്കോട്ടെ, അതുപോലെ നാറ്റോ രാജ്യങ്ങളൊക്കെ അമേരിക്കയോടൊപ്പം ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഈ ഒരു റഷ്യൻ കാർഡിനെ വെച്ചുകൊണ്ട് അമേരിക്ക സമ്പാദിക്കുന്ന ആ ഒരു റവന്യൂ അത് വളരെ വലുതാണ്. ഈ നാറ്റോയ്ക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന 40%-ന്റെ 5 ഇരട്ടി ലാഭം അമേരിക്ക ഉണ്ടാക്കുന്നുണ്ട്. അടുത്ത വിഷയത്തിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞാൽ, അമേരിക്കൻ കോളേജുകളിൽ ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ ആ ഒരു അഡ്മിഷൻ എടുക്കുന്നതിൻ്റെ ആ ഒരു നിരക്ക് അത് ശരിക്കും 17% കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 61% അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഏതാണ്ട് 96% വിസയാണ് ഇതിൻ്റെ കാരണം എന്ന് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അത് അമേരിക്കയുടെ കോളേജുകൾ എങ്ങനെ ചലിക്കണം എന്നുള്ളത് അമേരിക്കയാണ് തീരുമാനിക്കുന്നത്. നമ്മൾ അതിനെക്കുറിച്ച് ബോധപ്പെടേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. പക്ഷേ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ട് എന്നുള്ളത് അവിടുത്തെ കോളേജസ് ഈ ഒരു കൺസേൺ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഗവൺമെന്റിന്റെ അടുത്ത്. ഇവിടെ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ്റെ അടുത്ത് ഈ കോളേജ് അധികൃതർ ഈ പ്രശ്നം ഉന്നയിച്ചിട്ടുണ്ട്. അതായത് ഇന്ത്യൻ സ്റ്റുഡൻറ്റുകളുടെ വരവ് തീരെ കുറഞ്ഞിട്ടുണ്ട്, അത് കോളേജിന്റെ വരുമാനത്തിനെ അത് ബാധിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് അവർ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ കോസ്റ്റ് ഗാർഡ് 3 ബംഗ്ലാദേശ് ഫിഷിംഗ് ബോട്ടുകൾ പിടിച്ചെടുത്തിട്ടുണ്ട്. 76 ക്രൂ മെമ്പേഴ്സ്. ഈ ക്രൂ മെമ്പേഴ്സ് എന്ന് പറയുന്നത് വലിയ ക്രൂ മെമ്പേഴ്സ് അല്ല, അവരെ മത്സ്യത്തൊഴിലാളികൾ എന്നാണ് വിളിക്കപ്പെടുന്നത്. പക്ഷെ അതൊരു ഇല്ലീഗലായിട്ട് ഇന്ത്യയുടെ ബോർഡർ ക്രോസ് ചെയ്ത് ഇപ്പുറത്ത് വന്ന് മത്സ്യബന്ധനം നടത്തിയ ആൾക്കാരാണ് ഈ 76 പേര്. അവരെയും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. കാരണം ഈ സാഹചര്യത്തിൽ ഇന്ത്യ വളരെയധികം സെക്യൂരിറ്റി മെഷേഴ്സ് നോക്കുന്നുണ്ട്. ഇന്ത്യക്കുള്ളിൽ നടക്കുന്ന വിഷയങ്ങളൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണല്ലോ. അപ്പം CISF-ന്റെ നേതൃത്വത്തിൽ രാജ്യമൊട്ടാകെ സുരക്ഷാ വലയത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല പ്രശ്നങ്ങളും, പല രീതിയിലുള്ള അറസ്റ്റുകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡാണ് ഇവരെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. മാരിടൈം സോൺ വയലേഷൻ ഇൻ ഇന്ത്യൻ സോൺ,
അതാണ് ഇവരുടെ മേളിൽ ചുമത്തിയിരിക്കുന്ന ആ ഒരു കുറ്റകൃത്യം. ഷെയ്ഖ് ഹസീനയ്ക്ക് അനുകൂലമായിട്ട് ആംനസ്റ്റി ഇന്റർനാഷണൽ രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് ഈ ഷെയ്ഖ് ഹസീനയ്ക്ക് മേളിൽ ബംഗ്ലാദേശിന്റെ നിലവിലെ ഭരണകൂടം ചുമത്തിയിരിക്കുന്ന ഈ ഒരു സെന്റൻസ്, ആ കോടതി വിധി, വധശിക്ഷ, അപ്പം അതിനെതിരെ ആംനസ്റ്റി ഇന്റർനാഷണൽ രംഗത്ത് വന്നിട്ടുണ്ട്. എമിറേറ്റ്സ് ഫ്ലൈറ്റ്സ് എന്ന് പറയുന്നത് ദുബായ് ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു എയർലൈൻ കമ്പനിയാണ്. അപ്പോൾ ഈ എമിറേറ്റ്സ് ഫ്ലൈറ്റ്സ് കമ്പനി ഏതാണ്ട് 65 അഡീഷണൽ ബോയിങ് 777-9 എന്ന് പറഞ്ഞ കാറ്റഗറിയിൽപ്പെട്ട ആ ഒരു എയർക്രാഫ്റ്റിന് ഓർഡർ കൊടുത്തിട്ടുണ്ട്. ബോയിങ് കമ്പനിക്കാണ് ഓർഡർ കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ബഡ്ജറ്റ് അവർ വെച്ചിരിക്കുന്നത് $38 ബില്യൺ ആണ്. $38 ബില്യൺ വർത്ത് വരുന്ന ഓർഡറാണ് ബോയിങ് കമ്പനിക്ക് എമിറേറ്റ്സ് ഫ്ലൈറ്റ്സ് കമ്പനി കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഈ വെനിസുലയുമായിട്ട് ബന്ധപ്പെട്ട വാർത്ത തുടരെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വെനിസുലയുടെ മേളിൽ അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ആക്രമണങ്ങൾ, വെനിസുലയുടെ ബോട്ടുകൾ നിരന്തരമായിട്ട് തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം തന്നെ ഇന്റർനാഷണൽ ബോർഡർ ആ ഒരു ഏരിയയിൽ വെച്ചിട്ടാണ് അറ്റാക്ക് നടത്തുന്നത്. അതാണ് ഇത് അന്താരാഷ്ട്ര നിയമത്തിന്റെ ലംഘനമാണെന്ന് പറയപ്പെടുന്നത്. കാരണം ഇത് ഒന്നെങ്കിൽ അമേരിക്കയുടെ ബോർഡറുമായിട്ട് റീച്ച് ചെയ്യുന്ന ആ ഒരു നോട്ടിക്കൽ മൈൽ അമേരിക്കയുടെ ആ ഒരു വാട്ടർ സോണിന്റെ ഉള്ളിൽ എത്തുമ്പോൾ അറ്റാക്ക് നടത്തണം. അപ്പം അങ്ങനെയാണെങ്കിൽ ഓക്കെ, അതിനകത്ത് അമേരിക്കയ്ക്ക് ഒരു ലീഗാലിറ്റി ഉണ്ട്. പക്ഷെ അതേസമയം ഇന്റർനാഷണൽ സോണിൽ വെച്ചിട്ട് അവിടെ ആർക്ക് വേണമെങ്കിലും സഞ്ചരിക്കാം. അവിടെ വെച്ച് അറ്റാക്ക് നടത്തുമ്പോഴാണ് ഈ പ്രശ്നം ഇത്രമാത്രം വഷളാകുന്നത്. അപ്പോൾ ഇത് UN വരെ ചോദ്യം ചെയ്യുന്നത് അതുകൊണ്ടാണ്. ഈ വെനിസുലയുടെ ഭരണകർത്താവായിട്ടുള്ള നിക്കോളാസ് മദുറാവോ അയാൾ ഓപ്പൺ ആയിട്ട് തന്നെ കോൾ ഫോർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ വരൂ, നമുക്ക് ചർച്ചയിലൂടെ പരിഹരിക്കാം, എന്താണ് വേണ്ടത്, ഏത് രീതിയിലാണ് നിങ്ങൾക്ക് ആവശ്യം എന്നുള്ളതെല്ലാം പരിഹരിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പം ആ രീതിയിലുള്ള വീഡിയോ ഫുട്ടേജസ് എല്ലാം അവൈലബിൾ ആണ്. പിന്നെ അതിനെ മറികടന്നുകൊണ്ട് ഒരു രാജ്യത്തിനെ അറ്റാക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഒട്ടും അനുയോജ്യമായ പ്രവൃത്തിയല്ല. ഇത് നമ്മൾ പലപ്പോഴായിട്ട് നമ്മുടെ വാർത്തയിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പോഴൊക്കെ ചിലർ വന്നിട്ട് അതിനെതിരെ കമന്റ് ചെയ്യാറുണ്ട്. പക്ഷേ ഇപ്പൊ അമേരിക്കൻ പ്രസിഡന്റ് തന്നെ വെനിസുലയെ അറ്റാക്ക് ചെയ്യണമെന്നുള്ള ആ ഒരു ഉദ്ദേശം അയാൾ ടേബിളിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് ചർച്ചയിലൂടെ പരിഹരിക്കാം, വെനിസുലയ്ക്ക് ഒരു ഓപ്ഷൻ കൊടുക്കുകയാണ്, ഓപ്പൺ ഫോർ ടോക്ക്. ഇങ്ങനെ തന്നെ അത് സംഭവിക്കുള്ളൂ. കാരണം ഒരു ന്യായം വേണ്ടേ? അപ്പോൾ ഇത് തന്നെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ ഇത്ര നാൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ ട്രംപ് തന്നെ നേരിട്ട് പറയുന്ന ഒരു സാഹചര്യം വന്നിരിക്കുകയാണ്. ഈ താരിഫിന്റെ വിഷയത്തിലും ഇതേപോലെ ട്രംപിനെ തിരിച്ചറിവ് വന്നിട്ടാണ് 200 സാധനങ്ങൾക്ക് ഇപ്പം താരിഫ് വേണ്ടാന്ന് മാറ്റി വെച്ചിരിക്കുന്നത്. UK ഹോം അഫയേഴ്സ് മിനിസ്റ്റർ ഷബാന മഹ്മൂദ്, പുള്ളിക്കാരി ഒരു വണ്ടർഫുൾ സ്പീച്ചാണ് UK ഹൗസ് ഓഫ് കോമൺസ് അഥവാ അവരുടെ പാർലമെന്റിൽ കാഴ്ചവെച്ചത്. അതെന്താണെന്ന് പറഞ്ഞാൽ UK ഈ അനധികൃത കുടിയേറ്റക്കാർ, അതുപോലെ ഈ ചെറിയ ചെറിയ ബോട്ടുകളിൽ UK ഉള്ളിലേക്ക് ഇല്ലീഗൽ ഇമിഗ്രന്റുകളായിട്ട് കടന്നു കയറുന്ന ആൾക്കാർ, അവർക്ക് നല്ല രീതിയിലുള്ള ഹോട്ടൽ അക്കോമഡേഷൻസ്, അതുപോലെ തന്നെ അവർക്ക് വീക്ക്ലി അവരുടെ എക്സ്പെൻസുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ പോക്കറ്റ് മണിയല്ല, നല്ലൊരു തുക തന്നെയാണ് കൊടുക്കുന്നത്. അപ്പം ആ രീതിയിൽ അവരെ പരിപോഷിപ്പിക്കുന്ന ഈ പ്രവർത്തികൾക്കൊക്കെ ഒരു അന്ത്യം കുറിക്കുന്ന രീതിയിലുള്ള സ്പീച്ചാണ് നടത്തിയത്. അപ്പോൾ ഇവർ UK ഹോം അഫയേഴ്സ് മിനിസ്റ്ററാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട നിയമ നടപടികൾ, അതുപോലെ തന്നെ അതിനെ നിയമമാക്കാനുള്ള കംപ്ലീറ്റ് ഡോക്യുമെന്റേഷൻ ഡ്രാഫ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത് ഇനി അസംബ്ലിയിൽ അവതരിപ്പിച്ച് ഇത് പാസ്സാക്കും എന്നാണ് പറയുന്നത്. ഇത് മാക്സിമം പാസ്സാവാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇത് ഇമിഗ്രന്റുകളെ ഡീൽ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഡെൻമാർക്ക് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഓൾറെഡി തന്നെ ഈ ഒരു പോളിസിയൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നും കടമെടുത്തുകൊണ്ടാണ് കുറേ പുതിയ ആശയങ്ങളുമായിട്ട് UK ഈ ഷബാന മെഹ്മൂദ് ഈ ഒരു പ്രതിവിധി എന്ന് തന്നെ പറയാം അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതിനകത്ത് മെയിനായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ UK കടന്നു കയറി വരുന്ന ഇല്ലീഗൽ ഇമിഗ്രന്റ് ഇനി 20 വർഷം കഴിഞ്ഞ് മാത്രമേ ഇനി പെർമിറ്റിന് അപേക്ഷിക്കാൻ പറ്റുള്ളൂ. അപ്പം 20 വർഷത്തോളം ഇവർക്ക് പെർമിറ്റ് ഒന്നും ഇല്ലാതെ UK ഉള്ളിൽ തുടരാൻ കഴിയുമോ ഇല്ലീഗൽ എമിഗ്രന്റ് ആയിട്ട് എന്ന് പറഞ്ഞാൽ ഇല്ല. ഇല്ലീഗൽ എമിഗ്രന്റ് എന്ന് വെച്ചാൽ അനധികൃത കുടിയേറ്റക്കാരൻ എന്നുള്ള ഒരു ലേബലിൽ ഒരു ചെറിയ പെർമിറ്റ് കിട്ടും. അത് എവറി ഇയർ ഇനി അത് റിവൈസ് ചെയ്യും. എവറി ഇയർ അത് വെരിഫൈ ചെയ്യപ്പെടും. അത് പുതുക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ട്. അപ്പം അങ്ങനെ ഓരോ തവണ പുതുക്കുന്ന സാഹചര്യങ്ങളിലും ഈ 20 വർഷവും കണ്ടിന്യൂസ് ആയിട്ട് UK ഗവൺമെന്റ് ഈ വ്യക്തി ഏത് രാജ്യത്തിൽപ്പെട്ട ആളാണോ അവരുടെ എംബസിയുമായിട്ട് കോൺടാക്ട് ചെയ്ത് അവരുടെ മാതൃരാജ്യം സുരക്ഷിതമാണോ എന്നുള്ളത് ഉറപ്പുവരുത്തും. അങ്ങനെ ഉറപ്പുവരുത്തുന്ന സാഹചര്യത്തിൽ അത് സുരക്ഷിതമല്ല എന്ന് കാണുന്ന പക്ഷത്തിൽ മാത്രമാണ് ഇനി 20 വർഷങ്ങൾക്ക് ശേഷം അവർക്ക് പെർമനന്റ് ആയിട്ട് താമസിക്കാനുള്ള സൗകര്യം UK ഒരുക്കുകയുള്ളൂ. ഇതാണ് ഇപ്പോൾ UK വന്നിരിക്കുന്ന പുതിയ പോളിസി. ഇത് ശരിക്കും അവിടെ ഉണ്ടാക്കാൻ പോകുന്ന കോലാഹലം എന്ന് പറഞ്ഞാൽ ഈ ഫ്രീ പാലസ്തീൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ആൾക്കാർ, അതുപോലെ തന്നെ ആഫ്രിക്കൻ റീജിയനിൽ നിന്ന് കുറേ ആൾക്കാർ, പല രാജ്യങ്ങളിൽ നിന്നും ഇൻക്ലൂഡിങ് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ ഇതേപോലെ അനധികൃതമായിട്ട് UK കുടിയേറി പാർക്കുന്ന ആൾക്കാർക്ക് ഇപ്പൊ കിട്ടുന്ന ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് ആയിരിക്കും ഇത്. കാരണം 20 വർഷം ഇനി UK പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു രീതിയിലുള്ള ആനുകൂല്യങ്ങൾ കിട്ടാൻ പോകുന്നില്ല. ഈ ഹോട്ടൽ സ്റ്റേ അത് ക്യാൻസൽ ആക്കുകയാണ്. ഈ സ്റ്റൈഫൻഡ് എന്ന് പറയുന്ന ഈ ഒരു ചെറിയൊരു ഗ്രാൻഡ് വീക്ക്ലി ചെലവിന് വേണ്ടിയിട്ട് പൈസ, സോപ്പ്, ചീപ്പ്, എണ്ണ,
കുളിക്കാനുള്ള സാമഗ്രികളെല്ലാം മേടിക്കാനുള്ള പൈസ ഉണ്ടല്ലോ, അതെല്ലാം ഇനി കട്ടാക്കുകയാണ്. ഇതാണ് ഇപ്പം നിലവിൽ അവരെടുത്തിരിക്കുന്ന തീരുമാനം. ഇതിനകത്ത് ഗോൾഡൻ ടിക്കറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു, അതും കൂടി ഒഴിവാക്കുകയാണ്. ഇനി ഗോൾഡൻ ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഈ ഇടയ്ക്ക് കിട്ടുന്നൊരു പരിപാടിയാണ്. ബൈ ചാൻസിൽ ഈ ലോട്ടിൽ ഇട്ടിട്ട് എടുക്കുന്ന പോലെ ഗോൾഡൻ ടിക്കറ്റ് ഓപ്ഷൻസ് ഉണ്ട്, അതും ഒഴിവാക്കുകയാണ്. അപ്പം ഇതിലൂടെ എന്താണ് ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ ഇനി ലീഗലായിട്ട് UK യിലേക്ക് വരാൻ വേണ്ടിയിട്ട് ആർക്ക് വേണമെങ്കിലും വിസയ്ക്ക് അപ്ലൈ ചെയ്യാം. ആ രീതിയിൽ അവരുടെ ആപ്ലിക്കേഷൻസ് ഒക്കെ സ്ക്രൂട്ടനൈസ് ചെയ്ത് കറക്റ്റായിട്ട് എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് പെർമിഷൻ കിട്ടും. തീർച്ചയായിട്ടും പഴയതുപോലെ UK യിലേക്ക് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, നിങ്ങൾക്ക് ജോലിക്ക് വേണമെങ്കിൽ ജോലിക്ക്, പഠിക്കാൻ വേണമെങ്കിൽ പഠിക്കാൻ, ആ രീതിയിൽ പോകാൻ പറ്റും. പക്ഷേ ഇല്ലീഗലായിട്ടുള്ള ആ ഒരു ഇമിഗ്രേഷൻ ഇനി നടക്കില്ല എന്നുള്ളതാണ് ചുരുക്കത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.